ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ്സ് എന്ന് പറയും. എന്താണ് ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? നൗണിൻ്റെ വിശേഷിപ്പിക്കുന്ന സംഗതിനെയാണ് ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ആഡ്ജക്റ്റീവ് ടെൽസ് വേരിയസ് തിങ്സ് അബൌട്ട് നൗൺസ് സച്ച് ആസ് their കളർ, സൈസ്, ഏജ്, ടെമ്പറേച്ചർ, ടേസ്റ്റ്, ഫീലിങ്സ് എക്സെട്ര. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ബോട്ട് എ സ്റ്റൈലിഷ് ഫോൺ. അവിടെ ആഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? ആ ഫോണിനെ വിശേഷിപ്പിക്കുകയാണ്. ഫോൺ നൗണാണ്, ഫോണിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൈലിഷ് ഫോണാണ്, സ്റ്റൈലിഷ് ആണ് അവിടുത്തെ ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ദ വേർഡ് സ്റ്റൈലിഷ് ഈസ് എ ആഡ്ജക്റ്റീവ് ടോക്കിംഗ് അബൌട്ട് ദ ലുക്ക് ഓഫ് ദിയർ ഫോൺ. അല്ലെങ്കിൽ അടുത്ത എക്സാമ്പിൾ സോഫ ഈസ് വെരി പ്രിട്ടി. ദ സോഫനെ വിശേഷിപ്പിക്കുന്നതാണ് പ്രിട്ടി എന്ന് പറയുന്നത്. ആ പ്രിട്ടിയാണ് അവിടുത്തെ ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദ സോഫ ഈസ് ബിഗ്, സോഫ ഈസ് സോഫ്റ്റ് ഈസ് പിങ്ക് കളർ. ആ കളറിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന സംഗതിനെയാണ് ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ആഡ്ജക്റ്റീവ് കം ജസ്റ്റ് ബിഫോർ ദ നൗൺ. ആഡ്ജക്റ്റീവ് എപ്പോഴാണ് വരിക? നൗണിന് തൊട്ട് മുമ്പ്. ഓക്കെ, that it describes, it come before the subject or before the object. The angry man broke the red chair. അവിടെ ആഡ്ജക്റ്റീവ് ഏതാ? ആ മാനിനെ വിശേഷിപ്പിക്കുകയാണ് അവിടെ ചെയ്തത് ആംഗ്രി എന്ന് പറഞ്ഞിട്ട്. റെഡ് ചെയറിനെ വിശേഷിപ്പിക്കുകയാണ് റെഡ് എന്ന് പറഞ്ഞാൽ കളർ ഉദ്ദേശിച്ചുകൊണ്ട്. ഓക്കെ, റെഡ് ചെയർ. അടുത്തത് ദ ഓൾഡ് മാൻ ഡ്രോവ് എ സ്റ്റൈലിഷ് കാർ. അവിടെ മാനിനെ വിശേഷിപ്പിക്കുക ഓൾഡായിട്ട് വയസ്സായ മനുഷ്യൻ എന്നുള്ളതിൽ. ഡ്രോവ് എ സ്റ്റൈലിഷ് കാർ, കാറിനെ വിശേഷിപ്പിച്ചു സ്റ്റൈലിഷ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അത് ആഡ്ജക്റ്റീവ്. സ്റ്റൈലിഷ് ഇസ് എ ആഡ്ജക്റ്റീവ് ഹിയർ. ദ ഓൾഡ് മാനിൻ്റെ ഓൾഡ് അവിടെ ആഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ദ ബിസി ഡോക്ടർ ഹെൽപ്സ് ദ പേഷ്യൻസ്. ഫൈൻഡ് ഔട്ട് ദ ആഡ്ജക്റ്റീവ് ഇൻ ദ സെൻറ്റൻസ്. ഓപ്ഷൻസ് ആയിട്ട് ബിസി ഉണ്ട്, ഡോക്ടറും ഉണ്ട്. അവിടെ ഡോക്ടർ സബ്ജക്റ്റാണ്, ആഡ്ജക്റ്റീവ് ഏതാണ്? ബിസിയാണ്. അപ്പോൾ ബിസിയാണ് അവിടെ കറക്റ്റ് ആൻസറിനായിട്ട് വരുന്നത്. ഐ ഡ്രിങ്ക് ഹോട്ട് ടീ എവറി മോർണിംഗ്. അവിടെ ടീയും ഹോട്ടുമാണ് ഓപ്ഷൻസ് കൊടുത്തത്. അപ്പോൾ ഏതാണ് ആഡ്ജക്റ്റീവ് ആയിട്ട് വരിക? അവിടെ ഹോട്ടാണ്, ടീനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഹോട്ട്. അപ്പോൾ ഹോട്ട് ഇത് ആഡ്ജക്റ്റീവ് ഹിയർ. ദ ടയേർഡ് വർക്കർ റെസ്റ്റഡ് ഫോർ എ വൈൽ. അപ്പം ഏതാണ് ആഡ്ജക്റ്റീവ്? വർക്കറിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. ടയേർഡ് ഈസ് എ ആഡ്ജക്റ്റീവ് ഹിയർ. പ്രിയ പ്ലാന്റഡ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന സെൻറ്റൻസിൽ ബ്യൂട്ടിഫുൾ ഏത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു? ബ്യൂട്ടിഫുൾ ആണ് അവിടുത്തെ ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫ്ലവർ ആണ് അവിടുത്തെ നൗൺ ഏതാണെന്നാണ് ചോദിച്ചത്. ഇത്രയും കേസിൽ നമ്മൾ ആഡ്ജക്റ്റീവ് ഏതാണെന്നാണ് ചോദിച്ചത്. ഇന്ന് ഈ ക്വസ്റ്റ്യനിൽ നൗൺ ഏതാണെന്നാണ് ചോദിച്ചത്. ആ ആഡ്ജക്റ്റീവിന് തൊട്ട് മുൻപുള്ള നൗൺ ഏതാണെന്നാണ് ചോദിച്ചത്. ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നല്ലേ. അപ്പോൾ ഫ്ലവർ ഇസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. Okay, translate to English. Translate Malayalam to English. Okay, ഹോട്ടൽ ഫ്രഷ് സമൂസ സെർവ് ചെയ്യുന്നു. അപ്പം ദ ഹോട്ടൽ സെർവ്സ് ഫ്രഷ് സമൂസാസ്. അവൻ ഒരു പവർഫുൾ ബൈക്ക് ഓടിക്കുന്നു. ഹി ഡ്രൈവ്സ് എ പവർഫുൾ ബൈക്ക്. ബൈക്കിനെ വിശേഷിപ്പിച്ചു പവർഫുള്ളായിട്ട്. അവൻ എപ്പോഴും എക്സ്പെൻസീവ് ക്ലോത്ത്സ് ആണ് ഇടാറ്. ഹി ഓൾവേസ് വെയർസ് ആൻ എക്സ്പെൻസീവ് ക്ലോത്ത്സ്. ക്ലോത്ത്സിനെ വിശേഷിപ്പിച്ചു എക്സ്പെൻസീവ് ആയിട്ട്. അതാണ് എക്സ്പെൻസീവ് ആണ് അവിടുത്തെ ആഡ്ജക്റ്റീവ്. ചെറിയ പെൺകുട്ടി പസിൽ സോൾവ് ചെയ്തു. ദ യങ് ഗേൾ സോൾവ്ഡ് ദ പസിൽ. അപ്പോൾ പസിലിനെ വിശേഷിപ്പിച്ചു. സോൾവ്ഡ് എന്ന് പറഞ്ഞാൽ ആഡ്ജക്റ്റീവ്. യങ് ഇസ് ആഡ്ജക്റ്റീവ്. ഗേളിനെ വിശേഷിപ്പിച്ചു യങ് ആയിട്ട്. മടിയൻ പൂച്ച ദിവസം മുഴുവൻ ഉറങ്ങുന്നു. ദ ലേസി കാറ്റ് സ്ലീപ്സ് ഓൾ ഡേ. കാറ്റിനെ വിശേഷിപ്പിച്ചു ലേസി ആയിട്ട്. അപ്പോൾ ലേസി ഇസ് ദ ആഡ്ജക്റ്റീവ് ഹിയർ. ധൈര്യമുള്ള സൈനികൻ രാജ്യത്തെ രക്ഷിച്ചു. ദ ബ്രേവ് സോൾജർ സേവ്ഡ് ദ കൺട്രി. അപ്പോൾ സൈനികനെ വിശേഷിപ്പിച്ചു എന്തായിട്ട്? ബ്രേവ് ആയിട്ട്, ധൈര്യമുള്ള ആളായിട്ട്. അപ്പോൾ ബ്രേവ് ഇസ് ദ ആഡ്ജക്റ്റീവ് ഹിയർ. ഞാനൊരു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടെത്തി. ഐ ഫൗണ്ട് എ ഗുഡ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിനെ വിശേഷിപ്പിച്ച് എന്തായിട്ട്? ഗുഡ് ആയിട്ട്. ഗുഡ് ഇസ് എ ആഡ്ജക്റ്റീവ് ഹിയർ. അവൾ ഒരു പ്രിട്ടി സാരി വാങ്ങി. ഷീ ബോട്ട് എ പ്രിട്ടി സാരി. സാരീനെ വിശേഷിപ്പിച്ചു എന്താണ്? പ്രിട്ടി ആയിട്ട്. പ്രിട്ടി ഇസ് ദ
ആഡ്ജക്റ്റീവ് ഹിയർ. ഞാൻ എല്ലാ രാവിലെയും ചൂടുള്ള പാൽ കുടിക്കുന്നു. ഐ ഡ്രിങ്ക് ഹോട്ട് മിൽക്ക് എവറി മോർണിംഗ്. ഹോട്ട് മിൽക്ക്, അവിടെ പാലിനെ വിശേഷിപ്പിച്ച് ഹോട്ട്, ചൂടുള്ള. എനിക്ക് ചീപ്പ് ഫോൺസ് ആണ് കൂടുതൽ ഇഷ്ടം. ഐ ലവ് ചീപ്പ് ഫോൺസ്. ഫോണിനെ വിശേഷിപ്പിച്ചു ചീപ്പായിട്ട്, വില എന്നുള്ള ചീപ്പ്. ദേഷ്യപ്പെട്ട ആൾ ചെയർ തകർത്തു. ദ ആംഗ്രി പേഴ്സൺ ബ്രോക്ക് ദ ചെയർ. ആംഗ്രി പേഴ്സണിനെ വിശേഷിപ്പിച്ചു ആംഗ്രി ആയിട്ട്. ആംഗ്രി ഇസ് ദ ആഡ്ജക്റ്റീവ് ഹിയർ. അവൾ രുചികരമായ ചായ ഉണ്ടാക്കുന്നു. ഷീ പ്രിപ്പയർസ് ടേസ്റ്റി ടീ. ചായനെ വിശേഷിപ്പിച്ചു ടേസ്റ്റി ആയിട്ട്. ടേസ്റ്റി ഇസ് ദ ആഡ്ജക്റ്റീവ് ഹിയർ. ഞാനൊരു വലിയ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. ഐ ഓർഡർഡ് എ ബിഗ് സാൻഡ്വിച്ച്. അവിടെ സാൻഡ്വിച്ചിനെ വിശേഷിപ്പിച്ചു ബിഗ് ആയിട്ട്. ബിഗ് ഇസ് ദ ആഡ്ജക്റ്റീവ് ഹിയർ. അവർ ശക്തമായ ഒരു ബ്രിഡ്ജ് പണിതു. അവർ എന്ന് പറയുമ്പോൾ ദേ ബിൽറ്റ് എ സ്ട്രോങ് ബ്രിഡ്ജ്. ബ്രിഡ്ജിനെ വിശേഷിപ്പിച്ച് സ്ട്രോങ് ആയിട്ട്. സ്ട്രോങ് ഇസ് ദ ആഡ്ജക്റ്റീവ് ഹിയർ. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഇന്നലെ രാത്രി ഒരു ഹെവി മീൽ കഴിച്ചു. വി ഹേറ്റ് എന്നാ വരിക. കഴിച്ചു എന്നുള്ള, കഴിച്ചു കഴിഞ്ഞതല്ലേ. എയ്റ്റ്, ATE. എ ഹെവി മീൽ യെസ്റ്റർഡേ നൈറ്റ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു പുരാതന ക്ഷേത്രം സന്ദർശിച്ചു. വി വിസിറ്റഡ് ആൻ ഓൾഡ് ടെമ്പിൾ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച, അപ്പോൾ ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണോ? ഇതൊക്കെയാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഡിസ്ക്രൈബിംഗ് വേർഡ്സിന് തന്നെയാണ് ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ.